ഇന്നത്തെ നമ്മുടെ വീഡിയോ VFAക്ക് വേണ്ടിയുള്ള SCRT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ്. ആദ്യം തന്നെ പറയട്ടെ, എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി സമയമില്ല. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ ചാപ്റ്റേഴ്സ് മാത്രം ഒന്ന് നോക്കിക്കൊണ്ട് പോയാൽ മതിയാവും. മറ്റുള്ളതൊന്നും നോക്കാം, പക്ഷെ എന്നാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കേരള ചരിത്രം. ക്ലാസ് 8 ചാപ്റ്റർ 1 നവകേരള സൃഷ്ടിക്കായി. ക്ലാസ് 8 ചാപ്റ്റർ 1 നവകേരള സൃഷ്ടിക്കായി. അടുത്തത് ക്ലാസ് 8 ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. ക്ലാസ് 8 ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. ക്ലാസ് 7 ചാപ്റ്റർ 4 അനീതിയിൽ നിന്നും നീതിയിലേക്ക്. ക്ലാസ് 7 ചാപ്റ്റർ 4 അനീതിയിൽ നിന്നും നീതിയിലേക്ക്. അടുത്തത് ഇന്ത്യ ഹിസ്റ്ററിയിൽ ക്ലാസ് 8 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ക്ലാസ് 8 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. എഴുതിയെടുക്കണമെന്നുള്ളവർ ഞാൻ പറയുന്നതിന്റെ കൂടുതൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതാം. ക്ലാസ് 10 ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ക്ലാസ് 10 ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അടുത്തത് ക്ലാസ് 10 ചാപ്റ്റർ 8 ജനാധിപത്യം. ക്ലാസ് 10 ചാപ്റ്റർ 8 ജനാധിപത്യം. അടുത്തത് ക്ലാസ് 8 ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. ക്ലാസ് 8 ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. അടുത്തത് വേൾഡ് ഹിസ്റ്ററിയാണ്. ക്ലാസ് 10 ചാപ്റ്റർ 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. SS-ന്റെ പാർട്ട് 2 ആണ്. ക്ലാസ് 10 ചാപ്റ്റർ 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ക്ലാസ് 10 ചാപ്റ്റർ 4 സമ്പത്ത്, ലോകം. ക്ലാസ് 10 ചാപ്റ്റർ 4 സമ്പത്ത്, ലോകം. അടുത്തത് ക്ലാസ് 8 ചാപ്റ്റർ 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ക്ലാസ് 8 ചാപ്റ്റർ 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. വേണമെങ്കിൽ ഇതൊന്ന് നോക്കി എഴുതാം. അടുത്തത് വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫിയിൽ വരുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ. ക്ലാസ് 7 ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ. അടുത്തത് ക്ലാസ് 8 ചാപ്റ്റർ 3 ഭൂമിയുടെ ചലനങ്ങൾ. ക്ലാസ് 8 ചാപ്റ്റർ 3 ഭൂമിയുടെ ചലനങ്ങൾ. അടുത്തത് ക്ലാസ് 10 ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതി, കാലാവസ്ഥ. ക്ലാസ് 10 ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതി, കാലാവസ്ഥ. അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയിലാണ്. ഇന്ത്യൻ ജോഗ്രഫിയുടേത് ക്ലാസ് 9 SS-ന്റെ പാർട്ട് 2 വിശാല സമതല ഭൂവിലും ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമിയും. മനസ്സിലായല്ലോ? വിശാല സമതല ഭൂമിയിൽ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഇത് ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ. ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ. അടുത്തത് SS-ന്റെ പാർട്ട് 2 ചാപ്റ്റർ 9 തീരങ്ങളിലൂടെ. തീരങ്ങളിലൂടെ കേട്ടോ. ചാപ്റ്റർ 7ഉം 9ഉം വേണം. ഇത് ഫസ്റ്റ് ആണ്, വിശാല സമതല ഭൂമിയിലും ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി. അടുത്തത് കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫിയിൽ നിന്ന് ഒറ്റ പാഠം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ക്ലാസ് 8 ചാപ്റ്റർ 7 നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാം. ക്ലാസ് 8 ചാപ്റ്റർ 7 നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാം. അത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്തത് എക്കണോമിക്സിലെ ക്ലാസ് 9 ചാപ്റ്റർ 7 ഇന്ത്യൻ സമ്പദ്ഘടനാ മേഖലകളിലൂടെ. ക്ലാസ് 9 ചാപ്റ്റർ 7 ഇന്ത്യൻ സമ്പദ്ഘടനാ മേഖലകളിലൂടെ. അടുത്തത് ക്ലാസ് 10 ചാപ്റ്റർ 5ഉം 7ഉം വേണം. ക്ലാസ് 10 ചാപ്റ്റർ 5 ആൻഡ് 7 പണവും സമ്പദ് വ്യവസ്ഥയും. പിന്നെ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, അതിൽ ഞാൻ ചാപ്റ്ററിന്റെ പേര് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ക്ലാസ് 10 ചാപ്റ്റർ 5 ആൻഡ് 7. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. ഞാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്തത് ഭരണഘടനയാണ്. ഭരണഘടനയിലെ ക്ലാസ് 9 ചാപ്റ്റർ 6 ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. പാർട്ട് 1 ക്ലാസ് 9 ചാപ്റ്റർ 6 പാർട്ട് 1 ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം. ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം. ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബയോളജിയുടെ ക്ലാസ് 10 ചാപ്റ്റർ 1ഉം 2ഉം ഉണ്ട്. ജീവന്റെ ജനിതകം, അതേപോലെ തന്നെ ജീവികളിലെ രാസസംവേദനം. ക്ലാസ് 10 ചാപ്റ്റർ 1 ആൻഡ് 2 ജീവന്റെ ജനിതകവും ജീവികളിലെ രാസസംവേദനം. അടുത്തത് ക്ലാസ് 6 ചാപ്റ്റർ 9 ജീവിതശൈലി രോഗങ്ങൾ. ക്ലാസ് 6 ചാപ്റ്റർ 9 ജീവിതശൈലി രോഗങ്ങൾ. അടുത്തത് ക്ലാസ് 9 പാർട്ട് 2 പരിസ്ഥിതിയെ നോവിക്കാതെ. ക്ലാസ് 9
പാർട്ട് 2 പരിസ്ഥിതിയെ നോവിക്കാതെ, ബയോളജിയുടെയാണ്. അടുത്തത് ക്ലാസ് 9 ചാപ്റ്റർ 4 അകറ്റി നിർത്താൻ രോഗങ്ങൾ. ക്ലാസ് 9 ചാപ്റ്റർ 4 അകറ്റി നിർത്താൻ രോഗങ്ങൾ. അടുത്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ക്ലാസ് 8 ചാപ്റ്റർ 6 ലോഹങ്ങളും അലോഹങ്ങളും. ക്ലാസ് 8 ചാപ്റ്റർ 6 ലോഹങ്ങളും അലോഹങ്ങളും. ക്ലാസ് 10 ചാപ്റ്റർ 4 വാതക നിയമം മോൾ സങ്കല്പനം. ക്ലാസ് 10 ചാപ്റ്റർ 4 വാതക നിയമം മോൾ സങ്കല്പനം. അടുത്തത് ക്ലാസ് 9 ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ പീരിയോഡിക് ടേബിളിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 9 ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിൾ. അടുത്തത് ഫിസിക്സ് ക്ലാസ് 10 ചാപ്റ്റർ 2 ലെൻസുകൾ. ക്ലാസ് 10 ചാപ്റ്റർ 2 ലെൻസുകൾ. അതിൻ്റെ കൂടെ തന്നെ ചാപ്റ്റർ 2 ആൻഡ് 3 ഉണ്ട്, മറന്നുപോയതാണ്. ക്ലാസ് 10 ചാപ്റ്റർ 2 ആൻഡ് 3 ഉണ്ട്. 2ൻ്റെ പേരാണ് ലെൻസുകൾ, 3യും ഉണ്ട്. ക്ലാസ് 8 ചാപ്റ്റർ 2 ചലനം ബലം. ക്ലാസ് 8 ചാപ്റ്റർ 2 ചലനവും ബലവും. അടുത്തത് ക്ലാസ് 9 ചാപ്റ്റർ 3 ചലന നിയമങ്ങൾ. ക്ലാസ് 9 ചാപ്റ്റർ 3 ചലന നിയമങ്ങൾ. അതിൻ്റെ കൂടെ ക്ലാസ് 8 ഒരു ചാപ്റ്റർ 12 ഉണ്ട്, ഗോളീയ ദർപ്പണങ്ങൾ എന്നും പറഞ്ഞ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ മറന്നുപോയതാണ്. 4ാമത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് 4എണ്ണമാണ്. ഇത് 10ാം ക്ലാസ്സിലെ, 8ാം ക്ലാസ്സിലെ, 9ാം ക്ലാസ്സിലെ. 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 12. ഇത് ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ VFAക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ, പ്രിൻറ്റഡ് സ്റ്റഡി ടൈം ടേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചാണ് ഞാനിവിടെ, അതിൻ്റെ ആ ടോപ്പിക് അനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഇവിടെ എന്താണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട്, ടൈം ടേബിൾ അല്ല, നമ്മുടെ SCERT ചാപ്റ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയെല്ലാം PBQ കൂടുതൽ നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് കുറച്ചുകൂടെ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെയാണ് ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. നമ്മുടെ തന്നെ ചാനലിൽ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ഒരു 2023 തൊട്ടുള്ള എല്ലാ ഇതേപോലെ തന്നെ 10th ലെവല്, അതേപോലെ തന്നെ 7 നമ്മുടെ പ്രിലിംസ് മെയിൻസിൻ്റെയും, അതായത് 7ാം ക്ലാസ് യോഗ്യതയുള്ളതിൻ്റെയും ഒക്കെ ആ ഒരു ലെവലിലും 2 ലെവലിലുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാരത്തോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഒന്നുകൂടെ ഞാനതിൽ കൊടുത്തേക്കാം. ഒന്നുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാരത്തോൺ പിന്നെ എല്ലാത്തിൻ്റെ എന്ന് വെച്ചാൽ GK ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. എക്സാമിന് മുമ്പ് പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.